കണ്ണൂർ മുൻ ADM നവീൻ ബാബുവിന്റെ ആത്മഹത്യയിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ടുള്ള കുടുംബത്തിന്റെ ഹർജിയിൽ ഈ മാസം 29-ന് വിധി പറയും. തുടരന്വേഷണ ഹർജി നിലനിൽക്കില്ലെന്നായിരുന്നു PP ദിവ്യയുടെ വാദം. പോലീസിന്റെ അന്വേഷണം പൂർണ്ണമല്ലെന്ന് നവീൻ ബാബുവിന്റെ കുടുംബം കോടതിയിൽ അറിയിച്ചിട്ടുണ്ട്. അർജുൻ കല്യാട് നൽകും വിശദാംശങ്ങൾ. അർജുൻ കല്യാട്, ഈ കേസ് അന്വേഷണത്തിൽ പോലീസിന്റെ അന്വേഷണം തൃപ്തികരമല്ല, പൂർണ്ണമല്ല എന്നുള്ളതാണ് നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ അവർ മുന്നോട്ട് വെച്ച വാദം. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട്? തീർച്ചയായിട്ടും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തുടർ നടപടികൾ അല്ലെങ്കിൽ തുടർ അന്വേഷണം വേണമെന്നുള്ളതാണ് പ്രധാനമായും ആവശ്യപ്പെട്ടിരുന്നത്. അതിന്റെ ഭാഗമായാണ് ഈ ഹർജി കഴിഞ്ഞ ദിവസങ്ങളിൽ പരിഗണിക്കപ്പെട്ടത്. പക്ഷേ കുടുംബത്തിന്റെ വാദം കേൾക്കണമെന്നുള്ള ആവശ്യത്തിന്റെ ഭാഗമായി കോടതി ഈ വാദം കേൾക്കുന്നതിന് വേണ്ടി ഇന്നത്തേക്ക് കേസ് മാറ്റുകയാണ് ഉണ്ടായത്. എന്നാൽ ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിധി കോടതി ഇന്ന് പറയുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും ഇന്ന് ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിധി പറഞ്ഞിട്ടില്ല. കുടുംബത്തിന്റെ ആവശ്യം അല്ലെങ്കിൽ വാദം കേട്ടതിന് ശേഷം വിധി പറയാൻ വേണ്ടി കേസ് 29-ാം തീയതിയിലേക്ക് മാറ്റുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനമായി ഇപ്പോൾ കുടുംബം നേരത്തെ തന്നെ പറഞ്ഞതാണ്. പക്ഷേ ആ കുടുംബം ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. ഈ പോലീസിന്റെ അന്വേഷണത്തിൽ അല്ലെങ്കിൽ പോലീസ് സമർപ്പിച്ചിട്ടുള്ള കുറ്റപത്രം അതിലെ കാര്യങ്ങളൊന്നും തന്നെ പൂർണ്ണമല്ല എന്നുള്ളതാണ് പ്രധാനമായും കുടുംബം ഇന്ന് ആവശ്യപ്പെട്ടത്. പ്രതിയായിട്ടുള്ള PP ദിവ്യയ്ക്ക് രക്ഷപ്പെടാൻ ആവശ്യമായിട്ടുള്ള ഒരുപാട് പഴുതുകൾ ഉൾപ്പെട്ടത് തന്നെയാണ് ഈ കേസിന്റെ ഭാഗമായി പോലീസ് സമർപ്പിച്ചിട്ടുള്ള കുറ്റപത്രത്തിലുള്ളത്. അതിലേറ്റവും പ്രധാനമായിട്ടുള്ള മറ്റൊരു കാര്യം, ഈ കേസ് നീട്ടിക്കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള തന്ത്രമാണ് അല്ലെങ്കിൽ അത്തരം ഒരു ഇടപെടലാണ് നവീൻ ബാബുവിൻ്റെ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത് എന്നുള്ളതാണ് PP ദിവ്യയുടെ അഭിഭാഷകൻ ഉൾപ്പെടെ ഇന്ന് കോടതിയെ അറിയിച്ചത്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം വാദിയുടെയും പ്രതിയുടെയും എല്ലാം വാദങ്ങൾ കേട്ടതിന് ശേഷമാണ് കോടതി വിധി പറയുന്നതിന് വേണ്ടി 29-ാം തീയതിയിലേക്ക് കേസ് മാറ്റിയത്. അതിനുശേഷം ഈ കേസ് പിന്നീട് എന്തായാലും തുടരന്വേഷണം ആവശ്യപ്പെട്ടുള്ള കുടുംബത്തിന്റെ ഹർജിയിലാണ് ഈ മാസം 29-ന് വിധി പറയുക. വിശദാംശങ്ങളാണ് അർജുൻ കല്യാട് നൽകിയത്.